അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മൾ വിഷയം എന്താ വെച്ചാൽ ഒരു അടിപൊളി ഫോട്ടോഗ്രാഫിക് ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഷവോമിയുടെ 17T Pro. ഞാൻ എൻ്റെ ചാനലിലൂടെ, എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഫോട്ടോഗ്രാഫിയിലേക്ക് വരാൻ താല്പര്യമുള്ള ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, എൻ്റെ പോലത്തെ പിള്ളേഴ്സ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള അനക്കറിയുന്ന അറിവുകൾ പറയാന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഇവനാരുടെ ഇതെല്ലാം വന്നിട്ട് ഇടുന്ന് കൊണയടിക്കാൻ എന്തെല്ലാം വിചാരിക്കുന്നുണ്ടോ? ആരെല്ലാം വിചാരിക്കുന്നുണ്ടോ വിചാരിച്ചോട്ടോ. പക്ഷെ നമുക്ക് പറയാനുള്ള പറയാലോ, അതിനാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിന്. ഫോട്ടോഗ്രാഫിയുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനെല്ലാം ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയോ? 9th പഠിക്കുമ്പോൾ ഞാനൊരു നല്ലൊരു ഫോൺ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക. അതായത് 4S, നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4S ഉപ്പ് ഉപയോഗിച്ച് പഴയതായ ഒരു iPhone 4S ഉണ്ടായിരുന്നു. ഉപ്പ എനിക്ക് തന്ന് 9th പഠിക്കുമ്പോൾ അതിൽ നിന്നാണ് തുടങ്ങി കടലിൽ പോയിട്ടും കടൽപ്പാലത്ത് പോലത്തെ അന്നേരം കടലിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. അപ്പോൾ ആൾക്കാർ എന്നോട് പറയും എൻ്റെ പേര് സിനാൻ എന്നാണല്ലോ, അപ്പോൾ C9 എന്ന് ഇടും, അതായത് കടൽ C9 എന്ന് ക്യാപ്ഷൻ കമൻ്റ് ഇടും. അങ്ങനെയായിരുന്നു. പിന്നെ 10th iPhone 6 കിട്ടി. അത് 10th പാസ്സായപ്പോൾ ഫുൾ A+ കിട്ടി പാസ്സായപ്പോൾ. അതെ അത്യാവശ്യം മാർക്കോടുകൂടി പാസ്സായപ്പോൾ ഇപ്പോൾ ഗിഫ്റ്റ് തന്നതായിരുന്നു iPhone 6. പിന്നെ അതിൽ നിന്നാണ് നമ്മൾ മെയിൻലി കളി തുടങ്ങുന്നത്. കളി എന്നല്ല, ഫോട്ടോഗ്രാഫി കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ 12 Pro Max എടുത്ത്, പിന്നെ 14 Pro എടുത്ത്. ആ 14 Pro ഉപയോഗിക്കുന്നത് വരെ ആ ഒരു ക്യാമറ വാങ്ങിയിട്ടില്ലേ. ക്യാമറ ഞാൻ റീസെൻ്റ്ലി ഒരു 1.5 കൊല്ലം മുമ്പാണ് ഈ ക്യാമറയും വലിയ ലെൻസും ഇതെല്ലാം വാങ്ങിയത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വർക്ക് എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഞാൻ റെൻറ്റിനെടുക്കും, അല്ലെങ്കിൽ പിള്ളേരെടുക്കും. അങ്ങനെയാണ് ആ വർക്ക് എടുത്തുകൊണ്ടിരുന്നത്. വെഡ്ഡിങ് ആണെങ്കിലും അല്ലാണ്ടുള്ള കമേഴ്ഷ്യൽ വീഡിയോസ് ആണെങ്കിലും എല്ലാം അങ്ങനെയാണ്. ഫോട്ടോഗ്രാഫിയുടെ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോസ്റ്റ്ലിയിലെ പിന്നെ ഗിയേഴ്സും കാര്യങ്ങളൊന്നുമല്ല. ഇന്നലെയാണ് ഇവിടെ UAE ലോഞ്ച് ആയത് നല്ലൊരു ഫോട്ടോഗ്രാഫി, ഒരു അടിപൊളി വീഡിയോഗ്രാഫി എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല, പക്ഷേ ഫോട്ടോഗ്രാഫി ഒരു അടിപൊളി ഫോട്ടോഗ്രാഫി ഫോണാണ്. പിന്നെ പലവരുടെയും വിചാരം ഈ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വലിയ കോസ്റ്റ്ലി ലെൻസസ് വേണം, വലിയ കോസ്റ്റ്ലി ബോഡീസ് വേണം, പിന്നെ ഫിൽറ്റേഴ്സ് വേണം, അത് വേണം ഇത് വേണം. അങ്ങനെയൊന്നുമല്ല. ഫോട്ടോഗ്രാഫി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത്, എൻ്റെ ഈ വീഡിയോസ് കംപ്ലീറ്റ്ലി ഫോർ ബിഗിനേഴ്സാണ്. വലിയ മൂപ്പന്മാരൊന്നും വന്നിട്ട് ഇനി അതും ഇതും പറയാൻ നിൽക്കണ്ട. ഇത് കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ പേജിലൂടെയും ചാനലിലൂടെയെല്ലാം അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫിനെ പറ്റി പറയുമ്പോൾ പലരുടെയും ധാരണ വലിയ സെറ്റപ്പ് വേണം, വലിയ കോസ്റ്റ്ലി ബോഡി വേണം, കോസ്റ്റ്ലി ലെൻസസ് വേണം, അങ്ങനെയൊക്കെയാണ് വിചാരം. ഒരിക്കലുമല്ല. ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫോട്ടോഗ്രാഫിയോട് താല്പര്യമുള്ളവർക്ക് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ വേണ്ടത് ഒന്ന് മൈൻഡാണ്. രണ്ടാമത്തെ മെയിൻലി വേണ്ടത് കണ്ണാണ്. അപ്പോൾ ഇവൻ വിചാരിക്കും ഇവനെന്നോളി തത്വം പറയുന്നില്ല, കാര്യം പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവർ പഠിച്ചെടുക്കേണ്ടത് ഒരു സീന്, ഒരു ഫ്രെയിമിങ് പഠിക്കണം, ഒരു ലൈറ്റിങ് പഠിക്കണം. ആ ഫ്രെയിമിങ്ങിലും ആ ലൈറ്റിങ്ങിലും ഉള്ളിലൂടെ ഫ്രെയിമിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ പഠിക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ ബേസിക്. അല്ലാണ്ട് വലിയ കോസ്റ്റ്ലി ലെൻസസോ കോസ്റ്റ്ലി ഗിയേഴ്സോ കാര്യങ്ങളൊന്നുമല്ല. ആദ്യമായിട്ട് പഠിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സീന് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഒരു സീന് കണ്ടു കഴിഞ്ഞാൽ അതിലുള്ള ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ അതിൽ വരുന്ന ലൈറ്റ് നോട്ടീസ് ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെയാണ് ആദ്യമായിട്ട് പഠിക്കേണ്ട ബേസിക് തിങ്സ്. അല്ലാണ്ട് ബേസിക്കായിട്ട് ആദ്യം തന്നെ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഫോട്ടോഗ്രാഫിയോട് ഇൻട്രസ്റ്റ് ഉണ്ട്, ഫോട്ടോഗ്രാഫിയിലേക്ക് ഫുൾ ടൈമായിട്ട് ഇറങ്ങണം, അതിനോട് താല്പര്യമുണ്ട്, ഫോട്ടോഗ്രാഫി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പാനോടും അച്ഛനോടും പോയിട്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് തന്നെ വലിയ ലിസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക. ലക്ഷങ്ങളുടെ ഗിയറും, ലക്ഷങ്ങളുടെ ഫ്ലാഷ്, ലക്ഷങ്ങളുടെ ലെൻസ്, ലക്ഷങ്ങളുടെ ബോഡി. അപ്പം ആടെ വീണ് റെഡ് മാർക്ക് ബ്ലോക്കായി. പിന്നെ വിട്ടോ ഇനി ഓടിക്കോ എന്ന് പറയും. അടുത്ത് കിട്ടുന്ന ഇന്ത്യ ഫോട്ടോഗ്രാഫിയോടുള്ള പ്രണയം. ഫസ്റ്റിൽ തന്നെ എനിക്ക് വലിയ റെഡാടെ വീണ്. ആദ്യം ചെറിയൊരു ഫോൺ വാങ്ങുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ഇപ്പം മാർക്കറ്റിൽ എത്ര ഫോണുണ്ട് ബായി, ചെറിയ 1 ലക്ഷം റുപ്യക്ക് താഴേക്ക് എത്ര നല്ല ഫോണുണ്ട്. അങ്ങനെ 1 ലക്ഷം റുപ്യക്ക് താഴെയുള്ള നല്ലൊരു ഫോണും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നലെയാണ് ഇത് ആക്ച്വലി ഇവിടെ UAE ഇറങ്ങിയത്. ഷവോമിയുടെ 17T Pro നല്ലൊരു ഫോട്ടോഗ്രാഫി ക്യാമറ ഫോൺ, സ്മാർട്ട് ഫോൺ, വെറും ക്യാമറ മാത്രമല്ല. അപ്പോൾ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുക അത്യാവശ്യം ഗുഡാണ്, നോട്ട് ബാഡ്. അപ്പോൾ മെയിൻലി ഫോട്ടോ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ സാമ്പിൾസായിട്ട് ഫോട്ടോസായി ഇപ്പോൾ ഇതിലെടുത്ത കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഫോട്ടോ എത്രത്തോളം നൈസാണെന്നുള്ളത്. ഫോണിന്ന് തുടങ്ങി ചെറിയ പൈസക്ക് ഇപ്പോൾ മാർക്കറ്റിൽ 1 ലക്ഷത്തിൽ താഴെ നല്ല ക്യാമറ ഫോൺസ് ഉണ്ട്. അടിപൊളി ആൻഡ്രോയിഡിലാണെങ്കിലും ഐഫോണിലാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് കിട്ടും. 10th പാസ് ഔട്ട് ആകുമ്പോൾ ഫുൾ A+ ഇട്ടിട്ട് പാസ് ഔട്ട് ആയാലോ. അതെ. പിന്നെ ഇപ്പം നമുക്കൊരു 6 വാങ്ങിച്ചു തന്നു, iPhone 6. അതാണ് എൻ്റെ ഫസ്റ്റ്
പിന്നെ ബ്രാൻഡ് ന്യൂ ബോക്സ് പീസ് ഐഫോൺ. അങ്ങനെ അത് വെച്ചിട്ടാണ് അടുത്ത മെയിൻലി ഇതിലേക്ക് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വീരവാദം നടക്കുന്ന ഇട്ടിട്ട്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ പാടെ അങ്ങനെ 12 Pro Max എടുത്തു. അത് കഴിഞ്ഞ് 14 Pro 15 Pro. ഈ 12 Pro Max എടുക്കുന്നത് വരെ ഞാനൊരു ക്യാമറ പോലും വാങ്ങിച്ചിട്ടില്ല. അതുവരെയാണ് നമ്മളെ കളി മൊത്തം. ക്യാമറ റീസെൻ്റ്ലി 1-1.5 കൊല്ലമായിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അതുവരെ എന്തെങ്കിലും വലിയ വർക്ക് ഉണ്ടെങ്കിൽ ക്യാമറ റെൻറ്റിനെടുക്കും, ലൈറ്റ് റെൻറ്റിനെടുക്കും, ഫ്ലാഷ് റെൻറ്റിനെടുക്കും. അങ്ങനെയാണ് സ്വന്തമായിട്ടൊരു USP പോലെ ഇല്ലാണ്ടാണ് ഞാൻ നാട്ടിൽ 3-4-5 കൊല്ലം പിന്നെ വെഡ്ഡിങ് കമ്പനി നടത്തിക്കൊണ്ടിരുന്നത്. ഓരോ കാര്യം റെൻറ്റിനെടുത്തിട്ട് അതാക്കിയിട്ട്, അതായത് ഇതിനോടൊരു പാഷൻ, ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട. അല്ലാണ്ട് ആദ്യം തന്നെ എല്ലാം നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ കുമ്പാട്ടിച്ച് വെച്ചിട്ട് ഒന്നും ചെയ്യൽ നടക്കുമെന്നില്ല. അപ്പം നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി. നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷയോമിയുടെ പിന്നെ 17T Pro. യെസ്, പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെയാണ് UAE ലോഞ്ച് ചെയ്തത്. പിന്നെ ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ മെയിൻലി എനിക്ക് ഇഷ്ടമായത് 7000 mAh ബാറ്ററി ഉണ്ട് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത്. അപ്പോൾ ഒരു 1.5 ദിവസത്തിൽ പുട്ടുപോലെ എത്തുന്നുണ്ട്. മെയിൻലി എനിക്കിതൊരു ഫോട്ടോഗ്രാഫി പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യും. പിന്നെ അല്ലാണ്ട് വീഡിയോ നോർമലായിട്ട് കുഴപ്പമില്ല, വലിയ പറക്കുന്ന വീഡിയോ എന്നല്ല. 8K 30 FPS എടുക്കുമെങ്കിലും 4K 120 FPS വരെ എടുക്കുക, എല്ലാം ചെയ്യാം. പക്ഷെ എന്തെന്നെ ആയിക്കഴിഞ്ഞാൽ വീഡിയോയിൽ എനിക്ക് എപ്പോൾ ഇഷ്ടം ഐഫോൺ തന്നെയാണ്. ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീഡിയോ ഐഫോൺ തന്നെയാണ് എപ്പോൾ മുൻതൂക്കോ. അത് കഴിഞ്ഞിട്ട് ഫോണിലുണ്ട്, പക്ഷേങ്കിൽ ഐഫോൺ ആണ് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു ഫോണുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഐഫോൺ ആണ് ഇത് ബെറ്റർ ആണ്. അവൻ വിചാരിച്ച ഐഫോൺ മാത്രമാണ് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഐഫോണ് പിന്നെ വാങ്ങാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. ഇതെല്ലാവർക്കും ഐഫോൺ വാങ്ങാൻ പറ്റണമെന്നില്ലല്ലോ. ഇപ്പോൾ കുറേ എണ്ണം വന്ന് കമൻറ്റ് ഇട്ടു, ബ്രോ ഐഫോൺ അങ്ങനെ പറയും, ഐഫോൺ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്, ഞാനും ഐഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെങ്കിൽ ഐഫോൺ വാങ്ങാൻ പറ്റാത്തവർ, ഐഫോണ് കിട്ടാത്തവർ, അവൈലബിൾ അല്ലാത്തവർ, അവർക്കും വീഡിയോ എടുക്കണ്ടേ? അവർക്കുള്ള അവരെ ബഡ്ജറ്റ് ക്യാപ്പിൽ പറ്റിയ അടിപൊളി ഫോൺ തന്നെയാണ് ഇത്. 1 ലക്ഷത്തിൽ താഴെ വിലയുള്ളൂ. അറൗണ്ട് 3000 dirhamsന് സാധനം കിട്ടും. ഞാൻ നോക്കിയപ്പോൾ ഒരു പിന്നെ 256 GB 512 GB ആയിട്ടും കണ്ടത് 2900 dirhams, 3000 dirhams ആയിട്ടുള്ളൂ. പിന്നെ അടിപൊളി ഫോട്ടോഗ്രാഫി ക്യാമറയാണ്. ഫോട്ടോഗ്രാഫി ഒരു രക്ഷയില്ല. പോർട്രേറ്റ് ആയിക്കോട്ടെ, പോർട്രേറ്റൊക്കെ നല്ല ബൊക്കെ എഫക്റ്റ് എല്ലാം ആയിട്ട് നല്ല ഇതിൽ. പിന്നെ നിങ്ങൾ പറയേണ്ടത് വെച്ചാൽ ലൈക്ക ടോണിൻ്റെ ക്യാമറസാണ്. അപ്പം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവും, അതിൻ്റേതായ പിന്നെ ടോൺ ഉണ്ടാവും, കളർ ടോൺ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പിന്നെ എനിക്കിതിലെ പോർട്രേറ്റ്സ് നന്നായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ നൈറ്റ് ആണെങ്കിലും ഡേ ലൈറ്റിലാണെങ്കിലും പിന്നെ എല്ലാം ഒരേ നല്ല പെർഫോമൻസാണ്. വലിയ ഗ്രെയിൻസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് 10x വരെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. 10x വരെ നമുക്കിതിൽ സപ്പോർട്ടാണ്. പിന്നെ ഇതിൽ മെയിൻ ക്യാമറ വരുന്നത് 50 MP, അതേപോലെ തന്നെ ടെലിഫോട്ടോ വരുന്നത് 50 MP, അൾട്രാ വൈഡ് വരുന്നത് 12 MP, ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 MP. അപ്പോൾ 50 MP ടെലിസ്കോപ്പ് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവും, അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഞാനിപ്പം കാണിച്ചു തരാം കുറച്ച് ഫോട്ടോസ് ഇതിലെടുത്തത്, രാത്രി എടുത്തതും പകലെടുത്തതും പോർട്രേറ്റ്സും പിന്നെ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോസും പിന്നെ വണ്ടിയുടെ ഫോട്ടോസും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാനധികം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഇറങ്ങുന്ന എല്ലാ മൊബൈലും അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പുള്ള മൊബൈൽ തന്നെയാണ്. അപ്പോൾ നല്ല പവർഫുൾ ടൂൾ തന്നെയാണ് നമ്മൾ മൊബൈൽ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ ഇത് ഹോൾഡ് ചെയ്ത് നടക്കുക, പെട്ടെന്ന് ഓരോ നല്ല നല്ല മൊമെൻറ്റ്സ് ആകുമ്പോൾ ക്യാപ്ചർ ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് ഉപകാരമുണ്ട് ഭായി. അല്ലാണ്ട് പിന്നെ ആ ക്യാമറ വേണ്ടാന്നല്ല വാങ്ങുന്നത്, പൈസ ഉള്ളതും പോയി മേടിച്ചു, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ ക്യാമറ ഉണ്ടെങ്കിലേ ഫോട്ടോഗ്രാഫി തുടങ്ങാൻ പറ്റുമെന്ന് ഉള്ള ധാരണ അങ്ങ് ഇല്ലാണ്ടാണ്. അത്രയും അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ മനസ്സിലായ? പിന്നെ അപ്പോൾ ഇങ്ങനെയെല്ലാണ്. ഇപ്പോൾ നല്ല ഫോട്ടോ ആണ്, നല്ല ക്യാമറയാണ്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പിന്നെ മെയിൻലി കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോ ഒരുത്തം വന്ന് കമൻറ്റ് ഇട്ടാണ്ട്, ബ്രോൻ്റെ ഈ റിവ്യൂ ആകുമ്പോൾ ഫുഡ് റിവ്യൂ പോലല്ലോ അല്ലാതെ ആടോ. ഇത് ഞാനും ഞാനൊരു കാര്യം പറയട്ടെ, ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഇതിൻ്റെ ബയോളജിക്കലി പറയാൻ എനിക്കറിയില്ല. ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് എന്താണോ അറിയേണ്ടത് അതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ അല്ലാണ്ട് ബിഗിനേഴ്സായ ആൾക്കാരോട് ഫസ്റ്റ് തന്നെ ഇനി മറ്റേ ഇതിൻ്റെ ഉള്ളിലുള്ള പിന്നെ മറ്റേ സിസ്റ്റം എങ്ങനെയാണ് അതും ഇതൊന്നും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവില്ല. തലയിൽ കയറൂല ഭായി, തലയിൽ കയറുന്ന പോലെ പറഞ്ഞു കൊടുക്കണോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ പോകുമ്പോൾ അതൊക്കെ അറിയാൻ ശ്രമിക്കൂ, എന്നിട്ട് അത് പഠിക്കൂ.
ഞാനതാണ് എപ്പം പറയുന്നത്, എൻ്റെ വീഡിയോസ് എല്ലാം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. വല്ല മൂപ്പന്മാരെല്ലാം സ്കിപ്പ് അടിച്ചോ കാണണ്ട, ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് അയച്ചു കൊടുത്തേക്ക്, അങ്ങനെ നമ്മളെ സഹിച്ച. അപ്പോൾ ഇത്ര തന്നെ. ഷാമിയുടെ 17 Pro അടിപൊളി ഗുഡ് ഫോണാണ്. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഈസ് ഓക്കെ മീൻസ് ഓക്കെ, നോട്ട് ഓക്കെ. ഈ ഫോണ് ഗെയിം കിട്ടിയപ്പോൾ ഇങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ വീഡിയോ കൊണ്ട് വലിയ മലവരിക്കുന്ന കാര്യമൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ശരിയെന്ന് നമുക്ക് അടുത്ത ഫോണുമായിട്ടില്ല, അടുത്ത എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു